എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പടവലങ്ങ കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ ഒരു പടവലവും ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച്, ചട്ടിയോ പാനോ എന്ത് വേണമെങ്കിലും അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കാരത്തിന് അങ്ങോട്ട് ഇടാം. അതായത് പടവലം, ഉള്ളി എന്നിവ ഇട്ട് ഇതിൽ കൂടെ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത്, അപ്പോൾ നിങ്ങൾ ഏത് തോരൻ വെച്ചാലും ആദ്യം അത് ഇടുമ്പോൾ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ വെളുത്തുള്ളി, ജീരകം എന്നിവ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. തേങ്ങയുമായി ചതച്ചെടുത്തിന് അത് അതിലോട്ടിടുക. എങ്കിലേ ടേസ്റ്റ് കിട്ടില്ല. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഏത് തോരനിലും ആ ഒരു പച്ചക്കറിയിൽ പിടിച്ച് വന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ തോരന് സെപ്പറേറ്റ് ആയിട്ട് തേങ്ങയും നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും കൂടെ, 2 കറിവേപ്പില കൂടെ ഞാൻ അതിലൂടെ അരയ്ക്കും കേട്ടോ. ചാച്ചി ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.